മനുഷ്യകു ഉമ്മ നേരായ കൊസി കിട്ടണായത് 3 ടൈമിലായിട്ട് കിടന്നിട്ട് സയ്യിദുനാ വക്കീഅ് റളിയല്ലാഹു അൻഹു ആ 3 ടൈമിലും അല്ലാഹു ഞങ്ങളെ കൊസിപ്പെടുത്തി തരട്ടെ. ജോർ ആമീൻ ചൊല്ലറ് നോക്ക. 3 ടൈമിലും ബാലക്കാര എപ്പ വന്നുണ്ട ഗ്രൗണ്ടില് ക്രിക്കറ്റ് കളിക്കുമ്പല്ല. ഇപ്പൊ ക്രിക്കറ്റ് കളി ചിലപ്പോ മല ആയതുകൊണ്ടിടത്തല്ലേ കൊറടി ആയിട്ടിക്കൂ. ഇല്ല ഉസ്താദ് നിങ്ങൾ എന്തറിയുണ്ടോ, മല വന്നോണ്ടിരിക്കുമ്പോ ക്രിക്കറ്റ് കളിക്കട ഒരു ഗൗജിയ വേറെ ഉസ്താദ് ചണ്ടിയായിട്ട് ക്രിക്കറ്റ് കളിക്കുമ്പോ വേറെ എന്ത് കളിക്കുമ്പോ ആയെങ്കും ബാലക്കാര ക്രിക്കറ്റ് കളിക്കുമ്പോ അല്ല, ഗ്രൗണ്ടിൽ നിൽക്കുമ്പോ അല്ല, പെങ്ങളെ കോളേജിൽ പോകുമ്പോ അല്ല. വക്കീഅ് റളിയല്ലാഹു അൻഹു ചൊന്നില്ലേ 3 ടൈമിലും മനുഷ്യക്ക് ഒരു കൊസി കിട്ടണു. ആ 3 ടൈമിലും മനുഷ്യ കൊസി കിട്ടിത്താ അവന് ഗന്തിയ അല്ലാഹു ആ 3 ടൈമിലും നമുക്ക് കൊസി തരട്ടെ. ഒന്നെപ്പ കൊണ്ടുണ്ട, ഒന്ന് ഇൻദൽ മൗതി മരിക്കറ ടൈമിലും നല്ല കൊസി കിട്ടണു. കൊസിൽ മരിക്കണു അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒന്ന് മരിക്കറ ടൈം, മരിക്കറ ടൈം ദുഃഖത്തിൽ മരിച്ചെങ്കാവാലെ, പേടിച്ചിട്ട് മരിച്ചെങ്കാവാലെ. അൽ ബുഷ്റ ഇൻദൽ മൗതി മരിക്കട ടൈമില് കൊസി കിട്ടണു, മരിക്കട ടൈമില് കൊസി കിട്ടണു. ഒന്ന്. രണ്ടാമത്തത് വക്കീഅ് റളിയല്ലാഹു അൻഹു വഫിൽ ഖബ്രി മരിച്ച പിന്നെ പോയിട്ട് കിടക്കണായത് ഖബറുലല്ലേ. ആ ഖബറുല് ദുഃഖിക്കുക തീറാ, ഖബറുല് ബേജാരിക്കുക തീറാ, ഖബറുല് നല്ല കൊസി കിട്ടണു. മൂന്നാമത്തത് വക്കീഅ് റളിയല്ലാഹു അൻഹു ചൊല്ലു, ഈ മരിച്ചിട്ട് ഖബറുല് കിടന്ന പിന്നെ മൂന്നാമതായിട്ട് വ ഇൻദൽ ബഅസി അതേ അല്ലാഹുടെ വിധി പണ്ട ഒരു നാള് ഖബറിലെ പുനർജന്മ കിട്ട ഒരു നാളുണ്ടല്ലേ. എല്ലാരും ഖബറിലെ പർത്തുകൊമ്മണ്ട ഒരു നാളുണ്ടല്ലേ. അതല്ലേ മുസ്ലിമേ ഞങ്ങളെ റായത്ത് ഒരാള് മൗത്തായെങ്കില് അയാളെ ഖബറില് ദഫനാക്കിട്ട് 3 കല്ല് വെച്ചതിര പിന്നെ ആ ഖബറ മുട്ടത്തെ മണ്ണെടുത്തിട്ട് 2 കൈ കൊണ്ടിട്ട് കോരിയെടുത്തിട്ട് മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ നുഖ്റാ. അതില് മൂന്നാമതായിട്ട് ചൊല്ലെന്തോ മൂന്നാമതായിട്ട് മണ്ണിടുമ്പോ വമിൻഹാ നുഖ്രിജുകും താറതൻ നുഖ്റാ. ഇതേ മണ്ണിടെ നിങ്ങളെ പാടം നാണ് പർത്തുകൊമ്മണ്ട്. അപ്പൊ മൂന്നാമതായിട്ട് ഒന്ന് മരിക്കട ടൈമിലോ കൊസി വേണു അവണു ഗന്തിയ. രണ്ടാമതായിട്ട് മറിച്ചിട്ട് കബറുലിക്കുമ്പോ നല്ല കൊസി കിട്ടണു അവണും ഗന്തിയ. മൂന്നാമതായിട്ട് വക്കീഅ് റളിയല്ലാഹു അൻഹു ജന്തു വ ഇൻദൽ ബഅസി മരിച്ചിട്ട് കബറ പുനർജന്മ കിട്ടുമ്പോ ആ പുനർജന്മ കിട്ട ടൈമിലും നിങ്ങൾക്ക് നല്ല കൊസി വേണു. ഈ 3 ടൈമിലും കൊസിയുള്ള മനുഷ്യവൊക്ക ആ മനുഷ്യകായിട്ടിക്കിട നേരായിട്ടുള്ള കൊസിയുള്ളോ, ആ മനുഷ്യകായിട്ടിക്കിട നേരായ കൊസിയുള്ളോ. അതുകൊണ്ട് നാണ് ബാലക്കാരങ്ങളൊട്ട ചൊല്ലട്ട ബാലക്കാര നണ്ടം നിണ്ടം ലൈഫിൽ ഒരു ഫ്രീ ടൈം ചൊന്നിട്ടിക്കു തീറാ. മനുഷ്യക്ക് ഫ്രീ ടൈം കിട്ടിത്ത അത് ആണാവട്ട് പെണ്ണാവട്ട് അങ്ങ ബെടക്കായാറുണ്ട് അർത്ഥ, അങ്ങ സോത്താറുണ്ട് അർത്ഥ. മനുഷ്യക്ക് ഒരു ഫ്രീ ടൈം കിട്ടോ തീറാ. പ്രത്യേകിച്ചിട്ട് നാ നന്റെ വാല് കേട്ടോണ്ടുള്ള ബാലക്കാരങ്ങളിട്ട് ചൊല്ലേ, നന്റെ എതിർന്ന് വെച്ചിട്ട് നന്റെ സ്പീച്ച് കേട്ടോണ്ടുള്ള ബാലക്കാരങ്ങായെങ്കും ലൈവില് നന്റെ വാല് കേട്ടോണ്ടുള്ള ബാലക്കാരങ്ങായെങ്കും എല്ലാവരുടെ നാ ചൊല്ലേ നക്കും നിക്കും ഒരു ഫ്രീ ടൈം ഇക്കോ തീറാ. ഞങ്ങ എന്തെങ്കിലും ഒരു ബിസി നിൽക്കണു അല്ലാഹു ഞങ്ങൾക്ക് ആ ബിസി തരട്ടെ. അങ്ങനെയല്ലേ എന്തെങ്കിലും ഒരു ബിസി, ഒന്ന് ദുനിയാവിടെ വിഷയത്തിൽ ഒരു ബിസി, അല്ലെങ്കിൽ ആഖിറത്തെ വിഷയത്തിൽ ഒരു ബിസി. ഓനക്ക് 2 ബിസിയും ഇല്ല. പോ ഓനക്ക് 2 ബിസി ഇല്ല, ദുനിയാവിടെ ബിസിയും ഇല്ല, ആഖിറത്തെ ബിസി ഇല്ല. ഓണ് ഹലാക്കായാണ്ട് ಅದರ ಅರ್ಥ. ನಾ ಬೆರ್ದೇ ಅನ್ನೊಂಡುಲ್ಲಲ್ಲ അവനക്ക് നാശബന്ധുണ്ട്. എന്തേ കാരണം ഞങ്ങളെ കൽബില് ഏത് ടൈമിലും ഒരു തപ്പാക്കുക മനസ്സ് വേണ്ടപ്പ മുണ്ടാണ്ട് തെച്ചിട്ടിക്കും അല്ലേ. മുണ്ടാണ്ട് തെച്ചിട്ടിക്കുമ്പല്ലേ ആ നെനപ്പു ഈ നെനപ്പു ആ ചിന്ത ഈ ചിന്ത എല്ലാം ഞങ്ങളെ കൽബ് ഓടി വേണ്ടപ്പ അപ്പ അല്ലേ. ഞങ്ങ ഒരു നെയ്പ്പുല ഒരു സ്വർത്തല കഷ്ടപ്പെട്ട് അധ്വാനിക്കുമ്പോ ആ ടൈമിൽ വേണ്ട ബണ്ണല്ലേ. അല്ലെങ്കിൽ ഞങ്ങ നിസ്കരിക്കുമ്പോ ആവട്ടെ ദീനുമായി ബന്ധപ്പെടുമ്പോ ആവട്ടെ വേണ്ട ബണ്ടില്ലേ.
പിന്നെ ഫ്രീ ടൈമിൽ ടിക്കറ്റ്. അതുകൊണ്ട് ഫ്രീ ടൈം ചെന്നിട്ടൊന്നു ബാലക്കാരങ്ങും ബാലക്കാർത്തി പെൺമക്കവും പ്രത്യേകിച്ചിട്ട് ഒരു ഫ്രീ ടൈം ഇക്കോത്തീറ. ഖുർആനിൽ നോക്കറ അല്ല ചൊന്നിമ നോക്കറ നിങ്ങ ഫൈദാ ഫറഗത ഫൻസബുൻ. ഒന്ന് കഴിഞ്ഞെങ്കിൽ നീ പിന്നൊന്നു ഇതായിട്ടാവും. ഫൈദാ ഫറഗത ഫൻസബ്. നീ ഒന്നര കഴിഞ്ഞിട്ട് പുറത്തു വന്നേ പിന്നൊന്നു നീ എൻട്രി ആയിട്ടാവണോ നിക്ക് ಅದರ നടുവിൽ ഫ്രീ കോതീറ. അതുകൊണ്ടല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജന്തു ബാലക്കാര ഒരു ബാലക്കാരഗു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങഗു ആ ബാലക്കാരോടൊಟ್ಟಿಗೆ ബലിയ അർസ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങഗു ആ ബാലക്കാരോടൊട്ട ബലിയ വെറുപ്പ്. ഏത് ബാലക്കാരടും കൽബുല് വേണായോ നാന് എങ്ങനത്ത ബാലക്കാര ആയിട്ടിക്കണു. നന്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടണായത് ആര്? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങ നണ്ട കാണുമ്പോ നണ്ട ഇഷ്ടപ്പെടണു. എവിടെ? ആഖിറത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങ നണ്ട കാണുമ്പോ. എന്തേ കാരണം? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജന്നെങ്കില് സ്വഹാബത്തരെ ബാലക്കാരങ്ങളെ കൂട്ടത്തില് യൗവനത്തെ അല്ലാഹുടെ ദീനിಗೆ വേനായിട്ട് ഫുള്ളായിട്ട് ചെലവാക്കിയ മഹാനല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഒരു കാലത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങ ചൊന്നെങ്കാറ്. ഒരു കാലത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങ ചൊന്നെങ്കാറ് അല്ലേ ബാലക്കാര? ഒരു കാലത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങ ചൊന്നെങ്കാറ്. പിന്നെ സ്വഹാബിയായപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ പേര് കേൾക്കുമ്പോ ഞങ്ങൾ എല്ലാവരും റളിയല്ലാഹു അൻഹു കൊണ്ട് ചൊന്ന. എന്തിനാ റളിയല്ലാഹു അൻഹു ചെന്നെങ്കില് അതിനെക്കാണ്ടി വലിയ സർട്ടിഫിക്കറ്റ് വേറെ എന്തും ഇല്ല. അല്ലാഹു തആല ആ മഹാന്റെ പൊരുത്തപ്പെട്ട തൃപ്തിപ്പെട്ട അങ്ങനെ ഒന്ന് ചൊല്ലണമെങ്കിൽ ആ മഹാൻ എത്ര കണ്ട് പിന്നെ നല്ലായിട്ടിക്കോളും. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കാലത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് ചെന്നെങ്കിൽ എല്ലാവർക്കും പേടി റളിയല്ലാഹു അൻഹു. എല്ലാവർക്കും പേടിയല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അണ്ടത്തെ കാലത്തിൽ മക്കലെ ബൽത്തുമ്പോ പോലും മക്കലെ പേടുമാട്ടുമ്പോ പോലും ഉമർ റളിയല്ലാഹുവിന്റെ പേര് ചൊന്നോ ഇന്നാറുകളാണ്. കേരളത്തൊരു സ്വഭാവമുണ്ട്. കേരളത്തെ സ്വഭാവം എന്തോ എന്നെങ്കിൽ മക്കമീത്ത് ഉറങ്ങില്ലെങ്കിൽ മക്കമീത്ത് ചൊന്നത് കേട്ടില്ലെങ്കിൽ ഉമ്മമാര് പേടുപാട്ടിയ ഒരു സ്വഭാവം ഇല്ലേ? സുബ്ഹാനല്ലാഹ്. ഉമ്മ വെറുതേക്കും മക്കളെ പേടുപാട്ടിട്ട് മക്കളെ ജീമയില്ലാണ്ടാക്കിരണ്ട ഉമ്മ. നാ ഉമ്മമാരട്ടെ പ്രത്യേകിച്ചിട്ട് ചൊന്നുണ്ടല്ലോ. അള്ളാഹു അങ്ങനെ ഉമ്മമാർക്ക് കൈക്കാല് സൂക്കേട്ട് കൊടുക്കട്ടെ. നിങ്ങൾക്കും അള്ളാഹു കൈക്കാൽക്ക് സൂക്കേട്ട് തരും. അപ്പത്തിൽ യാ റജൂർ ആമീൻ ചൊന്നാറില്ലേ? അങ്ങനെ കൈക്കാൽക്ക് സുഖം ഉണ്ടാ ഞങ്ങളെ കൈക്കാൽക്ക് സുഖം ഉണ്ട്. ഫസ്റ്റ് അങ്ങനെ കൈക്കാല് കട്ടിക്കണം ഒക്കെ അല്ലേ? എന്താ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഇന്ന പോലെ അല്ലേ? നെയ്ക്കട നിങ്ങമ്മേ കൊറിയാൾക്ക് ഒരു സംശയപ്പ എന്താ ഞങ്ങളല്ലേ നെയ്ച്ചിട്ട് അങ്ങനെ ബൽത്തുണ്ട്. അപ്പൊ ഞങ്ങളെ കൈക്കാലല്ലേ ഗട്ടിക്കൊണ ഒക്കൂ. നിങ്ങളെ ഗട്ടീന്റെ കൈക്കാല നെയ്ച്ചിട്ട് കൊണ്ടുപോയിട്ട് ഇടണമെങ്കിൽ അങ്ങനെ എതിർന്ന് ഇടണ്ടേ? ആ ഇടുമ്പോ അങ്ങനെ കൈക്കാലൊക്കെ ഒരു ഗട്ടി വേണ്ടേ? അല്ലെങ്കിൽ നെയ്ച്ചത് കൊണ്ടുപോയിട്ട് അങ്ങനെ കൊണ്ടിട്ടെങ്കിൽ തിന്നോ എന്തോ ആവില്ലേ? അള്ളാഹു ഞങ്ങളെ ഉമ്മമാർക്ക് ഞങ്ങൾക്കും ഞങ്ങളെ പെഞ്ഞൈമാർക്കും ഞങ്ങളെ ഉമ്മമാർക്കും ഞങ്ങളെ മക്കൾക്കും ഞങ്ങളെ പിർസപ്പെട്ട എല്ലാവർക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ അല്ലേ? അപ്പ ആ ഉമ്മമാര് കൊറിയ ഉമ്മമാർക്ക് എല്ലാവരും സ്വഭാവം ഉണ്ടു. ഇപ്പൊ തൊട്ടേക്ക് പിടിച്ചേക്കും അങ്ങനല്ലേ? കൊറിയ ഉമ്മമാര് സ്വഭാവം എന്തോ എല്ലാം മൊബൈലിൽ. ഇപ്പൊ എല്ലാം മൊബൈലിലായിട്ട് എല്ലാം മൊബൈലില് പേടുമാറ്റം മൊബൈലില് പടിമാറ്റം മൊബൈലില് എല്ലാം പേടുമാറ്റം മൊബൈലില് പടിമാറ്റം മൊബൈലില്. നാണ് വന്ന് ആറ് കാട്ട ഇത് മൊബൈൽ നോക്കടക്കിടാവുക അല്ലമ്മ എന്തിക ഉമ്മ അത് മുന്നോലെ അതെല്ലാം കൺട്രോൾ വെച്ചിട്ടെങ്കിൽ ഇങ്ങനെ പേടുമാറ്റാകത്തിയല്ലേ? ലാസ്റ്റ് ഇത് ഉമ്മ കാട്ടേ ഓണിക്ക് പൈ കിടാവുക അതും അർത്ഥായിട്. ഓൺ കുമ്മയുടെ കണ്ടെങ്കും പേടിക്കില്ല, ഓൺ പൂത്തത്തെ കണ്ടെങ്കും പേടിക്കില്ല, ഓൺ കുമ്മയുടെ കണ്ടെങ്കും പേടിക്കില്ല. ഉമ്മ കാട്ടോ നാ നിന്റെ തിന്നുവേ. ഇപ്പൊ മക്ക കാട്ടുമ്പോ മക്ക എന്താ ചോണ്ടോ നാണും വന്നേ നിന്റെ നാ തിന്നുവേ അല്ലേ? ഒക്കെ അല്ലേ? നാ വെറുതെ ഒന്നുകൊണ്ടുള്ള അത് കുമ്മ ഫസ്റ്റിಗೆ ചിന്തിക്കൊണിത്തുമ്മ ഇത് കൊടുക്കുമ്പോഴത്തെല്ലാം കൺട്രോൾ വെച്ചിരുന്നെങ്കിൽ ഫസ്റ്റിಗೆ സമയക്കാന്ത് എല്ലാം ഇതല്ലേ? ഇപ്പൊ ഇതെല്ലാം ഒരു തമാശ പോലെ ആയിട്ട് ഡിജിറ്റൽ ഒന്നെങ്കിൽ ഇല്ലേ? ഞാനിത് വെറുതെ ഒന്നുകൊണ്ടുള്ള ഉമ്മ വേണു ഉമ്മ ഇതെല്ലാം നല്ലതിಗೆ വേണു. ഞങ്ങ കാലത്തെ ഫെസിലിറ്റി ഞങ്ങ യൂസ് ആക്കും തീരാണ്ടല്ല, അത് ആയത്ര നല്ലതിಗೆ യൂസ് ആക്കും. ಇಂಡ ನಾನು ಇಪ್ಪರ ಬರುಂಬೋ ಹಳೆಂಗಡಿ ಕದಿಕೆಡ ಭಾಗತ್ತೆ ಅವರು ಉಸ್ತಾದ ನಕ್ಕ ಗೋಲಾಕಿ
ಕಾಲಾಕಿಟ್ಟು ಜಂತು ಉಸ್ತಾದ್ ದುಆರ್ಕೊಣು ನಂಡ ಉಮ್ಮಗೊರು ಆಪರೇಷನ್ ಆಯಿಡೆ ಮೈಕಾಲ ಹಾಸ್ಪಿಟಲ್ ಉಂಡು ഉസ്താദര വാലു ചൊന്നെങ്കിലും നന്റെ ഉമ്മക്ക് ഭാരി കൊസി വേറെ ആരെ വാലും കേൾക്കില്ല നന്റെ എലോണു ഉമ്മക്ക് മേനായിട്ട് ഒരു മൊബൈലേ എടുത്തു കൊടുത്തറ എന്തിനു ചൊന്നെങ്കിലും ഉസ്താദര വാല് കേൾക്കുക മേനായിട്ട് മാത്ര അതുകൊണ്ട് വേർക്കൊരു ഉസ്താദ് ഞങ്ങളെ ഉമ്മക്ക് ചൊന്നു റബ്ബേ നക്ക് വലിയ സന്തോലായിത്ത് എന്തുകൊണ്ട് സന്തോല നന്റെ വാല് മാത്ര കേൾക്കുന്നത് കൊണ്ടല്ല പിന്നെ ഞങ്ങ ചൊല്ലെ റബ്ബിടെ ദീന്റെ ഇൽമല്ലേ ആ ഇൽമ കേൾക്കട ഉമ്മല്ലേ ഇൽമയുടെ ഇഷ്ടപ്പെട്ട ഉമ്മല്ലേ ജോക്കട്ടയുടെ ഉമ്മമാരെ പോലെ അല്ലാഹു ആ ഉമ്മകു റബ്ബേ നീ ശിഫ കൊടുക്കൂ റഹ്മാനെ ആഫിയത്ത് കൊടുക്കൂ റഹ്മാനെ ദീർഘായുസ് കൊടുക്കൂ റഹ്മാനെ അല്ലെ പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും ആയെങ്കിൽ അത് ഉമ്മ ആവട്ടെ പെഞ്ഞാവട്ടെ എന്തെങ്കിലും ആയെങ്കിൽ ആണെങ്കിൽ ഭയങ്കര പ്രശ്നമേ ഇന്നലെ ഓർത്ത കോലാക്കി ചെന്ന ഉസ്താദന്റെ പെഞ്ഞയുടെ കുട്ടിയം പോയിട്ടുള്ളാറ് സുബ്ഹാനല്ലാഹ് എവിടെകളാ ഭാഗ്യട്ടെ എന്തൊരു തപ്പാക്കിയാലോ പെഞ്ഞയുടെ കുട്ടിയും പോകും തപ്പെന്തോ അല്ല ഉസ്താദ് പെറവ് കുട്ടിയും പോയിട്ടുള്ളൂ ഡെലിവറി ഒക്കെ നല്ല വിഷയല്ലേ ഉസ്താദ് നാനും ഉമ്മ പുറത്ത് കാത്തോണ്ടുള്ള ഒക്കെ അത് അങ്ങനെ മേലെ പെറുമ്പോ പിന്നെ കാത്തോണ്ടിക്കണേ അല്ലേ മർമോൽ പെറുന്നത് നോക്കുമ്പോ മാമി പുറത്ത് കാത്തോണ്ടിക്കണു പെഞ്ഞയി പെറുമ്പോ മോളുടെ കാത്തോണ്ടിക്കണു സമമേ പക്ഷെ ഉസ്താദ് ഗർഭകോശത്തെ ബായി ഓപ്പൺ ആയിട്ടില്ല ഫുള്ളായിട്ട് ഓപ്പൺ ആയിട്ടില്ല ഹെൽത്ത് ഓപ്പൺ ആയിട്ടുള്ള അത് നാശം റബ്ബിടെ കല ഇല്ലെങ്കിൽ ഫുള്ളായിട്ട് ഓപ്പൺ ആവും റബ്ബിടെ കല ഇല്ലെങ്കിൽ ഓപ്പൺ ഇന്നത്രമേ ഓപ്പൺ ആവും ഏതായാലും കിട്ട അള്ളാഹു വിധിച്ചിട്ടില്ലെങ്കിൽ കിടാവിടെ നിക്ക് കിട്ടാണ്ടിക്കാലെ പിന്നെ ചൊന്ന ഉസ്താദ് പിന്നെ ബുൾപ്പുണ്ട് ബുൾപ്പ് പിന്നെ കോലാക്കിട്ട് എന്തേ നോക്കുമ്പോ സൈനിട്ട് കൊടുത്ത ഉസ്താദ് എന്തിಗೆ സൈനിട്ട് കൊടുത്ത ഓപ്പറേഷന് സിസറിന് സൈനിട്ട് കൊടുത്തേ നാ ചൊന്നെ നീ ബേജാറാക്കണ്ടല്ലബ്ബ സിസറിനല്ലേ അള്ളാഹുടെ കല അല്ലേ നമുക്ക് കിടാവിടെ കിട്ടട്ടെ നിന്റെ പെഞ്ഞയും ആഫിയത്തോട് കൂടെ തിരിച്ചു കിട്ടട്ട് നോക്കറല്ല അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ കോലാക്കി ചൊന്ന ആണ് കിടാവൂ അൽഹംദുലില്ലാ കിടാവിടെ റബ്ബ് തന്നല്ലേ ഒരു മൂത്ത് സിസറിനായെങ്കിൽ റബ്ബ് കിടാവിടെ തന്ന ഒരു ഭാഗത്ത് നമുക്ക് ഒരു ചെറിയ ബേജാരില്ലെങ്കിൽ പിന്നൊരു ഭാഗത്തിൽ അള്ളാഹു കുസി തന്നോണ്ടുള്ള അപ്പൊ നാ ഓണ്ടയിൽ ചൊല്ലുമ്പോ നാ എന്തെങ്കിലും ചെന്നെങ്കിൽ അവളുടെ അവിടെ പെറവ് കുട്ടിയം പോയപ്പോ ഓണ്ടെ ബുൾപ്പു സുറു പെറുമ്പോ അങ്ങനെ നിങ്ങൾ ബുൾപ്പിട്ടിട്ടില്ലേ എവിടെ ബുൾപ്പിട്ടു വെറുതെ നിങ്ങൾ ചിരിച്ചോണ്ടിരിക്കുവാറ് വെറുതെ തലയാട്ടെ ബുൾപ്പിട്ടു വെറുതെ ഉണ്ടാവും സുറുസുറൂക്ക് പെഞ്ഞൈമാർ പെരുമ്പോ മാപ്പിളക്ക് ആവരിക്കും അത് രണ്ടാമത്തത് മൂന്നാമത്താകുമ്പോ അവർക്ക് അത് പ്രാക്ടീസ് ആയിട്ട് അള്ളാഹു ഞങ്ങളുടെ ഉമ്മമാർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ നാ ചൊന്നോണ്ട് വന്നോ നാ ചൊന്ന വിഷയം മറക്കണ്ട നാ ചൊന്നോണ്ട് വന്നോ ഒരു ഫ്രീ ടൈം ചൊല്ലരിക്കോതീറ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊന്തു നക്ക് ഒരു ബാലക്കാരനൊട്ടിಗೆ അർസാൻ ആ ബാലക്കാരനെ ഉദ്ധാറാവാണ് ലൈഫുൽ അവൻ ഉദ്ധാറാവാലെ അവന് ജീവ പോയി ഉദ്ധാറാവാലെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങ അർസ വയ്ക്കണ ഒരു ബാലക്കാര പിന്നെ അവൻ ഉദ്ധാറാവിടെ എങ്ങനെ അതേ നാ ചൊന്നെ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ചരിത്ര റളിയല്ലാഹു അൻഹു ഒരു കാലത്തിൽ എങ്ങനെ പിന്നെ എങ്ങനെ ആയിട്ട് ബാലക്കാരുടെ മനുഷ്യരുടെ ലൈഫിൽ ബദലാവണ വരകു ചമ്മെന്തു അകത്യയില്ല കേരളത്തിൽ പേടുപാട്ടിയുണ്ട പട്ടാണി വണ്ടോണ്ട് മക്കമീത്ത് ചെന്ന് ചെലുത്ത് കേട്ടില്ലാണ്ട് കണ്ടെങ്കിൽ പട്ടാണി മുഞ്ഞാണ്ടപ്പറ കോഴിക്കോട് ഭാഗത്ത് വാളു പോയപ്പോ ഞാനപ്പോ അവിടെ ഇങ്ങനെ വാളുടെ നടുവിൽ ചൊന്ന ഞങ്ങളെ രായത്തിലല്ല ചൊല്ലാറ് ഗുമ്മ ബന്ത് ജോയി ബന്ത് ഇട്ടെല്ലാം ചൊല്ലുമ്പോ അപ്പൊ അങ്ങനെ മേലെ നോക്കട്ടെ ഗുമ്മ ജോയി ഇതെന്താ ഉസ്താദേ അപ്പൊ അങ്ങനെ ഉസ്താദ് ഇവിടെ പറയാ പട്ടാണി വന്നു എന്നാ പറയാ പട്ടാണി വന്നിട്ട് ചാക്കിലിട്ട് കൊണ്ടുപോകും പട്ടാണി വന്നിട്ട് ചാക്കിലിട്ട് കൊണ്ടുപോകും നിന്നെ അങ്ങനെയുണ്ട് നിങ്ങൾ പട്ടാണി വന്നിട്ട് നിന്റെ ഗോണിയുടെ ഉള്ളിൽ ഇട്ടിട്ട് ഉറച്ചിട്ട് കൊമ്പോണ്ട അപ്പൊ അതുകൊണ്ടിട്ട് ഔത്ര എതിർല് ഏതെങ്കിലും ഒരാള് ഗോണിൽ എന്തെങ്കിലും കൊമ്പോണ്ടെന്ന് കാണുമ്പോ കിടാവെ ഉമ്മണിട്ട് കേക്കിട് അതാ പട്ടാണി കാരണം എന്തേ അതാ അവന് ഗോണിയിലിട്ടിട്ട് എന്തമാ കൊമ്പോയുണ്ടുള്ള അവനെ മാ പട്ടാണി ഒക്കൂണ്ട് ചൊന്നെങ്കിൽ പിന്നെ കിടാവരജിയുമായിട്ടായി അപ്പൊ നാ ചൊന്നോണ്ട് വന്നോ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊല്ലു ഇന്നി ല അക്റഹു നക്ക് ഒരു ബാലക്കാരുടെ കണ്ടെങ്കാവാലെ ഒരു ബാലക്കാരുടെ നക്ക് കണ്ടെങ്കാവുള്ള ഒരു സ്വഭാവ ഉള്ള ബാലക്കാരുടെ നക്ക് കണ്ടെങ്കാവുള്ള അത് ബാലക്കാര മാത്രല്ല ജോക്കട്ടയുടെ ഈദ്ഗാ പള്ളി പരിസരത്തിൽ വെച്ചിട്ട് നിന്റെ വാല് കേട്ടോണ്ടുള്ളൂ ഈമാനുള്ള പെങ്ങളെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊല്ലു ഒരു സ്വഭാവ ഉള്ള ബാലക്കാർ തിരം നക്ക് കണ്ടെങ്കാവുള്ള ഇണ്ട് എങ്ങനത്തെ ബാലക്കാരങ്ങ ഉള്ള കാല എങ്ങനത്തെ ബാലക്കാർത്തി പെണ്ണുമക്ക
ಮಕ್ಕ ಉಲ್ಲೆ ಕಾಲ സുബ്ഹാനല്ലാ ജീമ എടുക്കിടവുല ഒരു കാലത്തിലും മുസ്ലിം സ്റ്റേജില് ആത്മഹത്യയുടെ ಬಗ್ಗೆ വാളു ചൊല്ലേണ്ട ഒരു അഗത്യ ഇന്നില്ല. ഞങ്ങളെ മുന്നോല് കഴിഞ്ഞു പോയ എത്ര വലിയ വലിയ വാളു ചൊല്ലേണ്ട ആൾമാരിന്നാറ് മുസ്ലിമേ ഇണ്ട് യന്ത്ര വാളല മുസ്ലിമേ ഇണ്ടത്തെ വാളല്ല ഒരു കാലത്തെ വാളുങ്ങ എങ്ങനത്തെ വാള് അണ്ട് വാളു ചൊല്ലുമ്പോ സദസ്സിലുള്ള ബാലക്കാരങ്ങളൊട്ടമാ ബാലക്കാർത്തിങ്ങളൊട്ടമാ അതേ ഒരിക്കൽ പോലും അതേ ആത്മഹത്യയുടെ ಬಗ್ಗೆ വാളു ചൊല്ലേണ്ട അഗത്യ ഇന്നില്ല. ഈ കഴിഞ്ഞ 1 2 4 നോട്ട് നക്ക് 2 3 കോല് ബന്ത് ആത്മഹത്യ കേസ് ഉസ്താദേ ഒരു മോത്തിൽ ഒരു ബാലക്കാർത്തി പെണ്ണ് ആത്മഹത്യ ആക്കിയാലുള്ള എന്ത്ര കാരണ ചൊന്നെങ്കിൽ കാരണ ചൊല്ലുകില്ല. ബാലക്കാർത്തി പെണ്ണ് ആത്മഹത്യ ആക്കിയാൽ പിന്നൊരു മോത്ത് നോക്കുമ്പോ വയസ്സായ ഒരു ആചാർ ആത്മഹത്യ ആക്കിത്ത്. ഒരു കാലത്തില് മുസ്ലിം സ്റ്റേജില് മുസ്ലിമീങ്ങളൊട്ട് ആത്മഹത്യ ആക്കണ്ടാണ്ട് വാൾജോണ്ട് അകത്തെ ഇന്നിട്ടില്ല. എല്ലാരും ചൊന്നോ ഇന്നാറ് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ആത്മഹത്യ ഇല്ല ചൊന്നോ ഇന്നാറ് ഒരു കാല ഉണ്ട് നങ്ങ മുച്ചി വെച്ചോണ്ടുള്ള ഒരു മരിപ്പായെങ്കിൽ എന്തിനായിട്ട് കേട്ടും ചൊല്ലുകാവില്ല. എന്താ കാരണം ബല്ലി എടുത്തത് ഇത് കെന്തു തുല്യറോ ഇത് ബല്ലി എടുത്തോ ഇത് ബെസ കുടിച്ചിറോ ഇത് ആസിഡ് ബീത്തിറോ സുബ്ഹാനല്ലാഹ്. എന്തേ കാരണ ഒന്നാ ഒരു ലൗഡ കാരണ ಅದರ പേരിൽ ഓൾ ബല്ലി എടുത്ത അല്ലെങ്കിൽ ഓൺലൈൻ കലിയുടെ കാരണ ഗെയിമിയുടെ കാരണം കൊണ്ടിട്ട് ഓൺ ബല്ലി എടുത്ത. നാ മുഞ്ഞാണ്ട് നന്റെ തലയുടെ മുടി ഹജ്ജിക്ക് പോയി വന്ന പിന്നെ ഹജ്ജിക്ക് പോയി അങ്ങനെയല്ല എല്ലാ തലയുടെ മുടിയെല്ലാം ഫുള്ള് ഇതാക്കിയിട്ട് വന്ന പിന്നെ അപ്പൊ മുടിയെല്ലാം ഒന്ന് വന്നു അതിങ്ങനെ കരടി പോലെ വെച്ചെങ്കാവാലല്ലേ അതൊന്നത്തെ ഒപ്പാട്ടാണ്. അപ്പൊ ഒപ്പാട്ടാണ് ചൊന്നിട്ട് സാമാന്യമായിട്ട് നന്റെ തലയുടെ മുടി ഇതെല്ലാം ഒപ്പാട്ട ഇപ്പറ ദർശക വണ്ടാർ. പക്ഷെ നന്റെ അവണണ്ട് ആയത്ത് പോയി. അപ്പൊ ನಾನು എപ്പോഴും ഇപ്പറ വന്നെങ്കാവാലെ അല്ലേ. അപ്പൊ തെല്ല ഉറക്കെപ്പ അപ്പറ സലൂണ് കൊണ്ട് നല്ല മേലെ അങ്ങനെ ഒരു നാൾ അങ്ങനെ പോയി നോക്കുമ്പോ അവനവിടെ എന്താ മൊബൈലിൽ കളിച്ചോണ്ടുള്ള നോക്കുമ്പോ ഞങ്ങളവണെ മൊബൈൽ കളിച്ചോണ്ടുള്ള. അപ്പൊ അവനക്ക് ഇപ്പറ ഒരു ക്വസ്റ്റ്യൻ മസാല കേക്കിടവൻ എന്താ മസാല ഉസ്താദ് പബ്ജി കളിക്കിടത് ഹറാമാ ഉസ്താദ്. എങ്ങനുണ്ട് ക്വസ്റ്റ്യൻ? സബ്ജി അല്ല പബ്ജി കളിക്കിടത് ഹറാമാ ഉസ്താദേ. നോക്കുമ്പോ അങ്ങനത്തെ ഒരു കളിയുണ്ട്. ആ കളി കളിക്കിടത് ഹറാമാണ്ട് കേക്കിടവണു. പിന്നെ പാടെ ഓണെ അവൻ കൊന്തായത് കണ്ട നന്റെ ഉത്തര എന്ത്ര പണ്ടിട്ട് അപ്പൊ അവൻ ചൊല്ലെ ഉസ്താദ് ഞാൻ നിസ്കാരം എന്തോ കള്ളാക്കില്ലേ പാടെ ഓണെ ഉസ്താമാരുടെ ഭാഷയിൽ മുക്കദ്ദറായ സുവാലിന്റെ ജവാബ് എന്നതുപോലെ ഓണെ ഇപ്പറ കേക്ക് നന്റെ കേൾക്കണം ഞാൻ നിസ്കാരം എന്തോ കള്ളാക്കില്ല ഉസ്താദ് നോക്ക നാ മുണ്ട തെച്ച. പിന്നെ പാടൻ ചൊല്ലെ ഓണോ ഉമ്മ വിളിച്ചെങ്കിൽ നക്ക് കേക്കിട് ഉസ്താദ്. കളിക്കുമ്പോ നങ്ങ അങ്ങനെയല്ലേ ചൊല്ലേ ഉമ്മ വിളിച്ചതും കേക്കില്ല അമ്മ വിളിച്ചതും കേക്കില്ല. അവിടെ എന്തെങ്കിലും സിലിണ്ടർ പൊട്ടിയെങ്കിൽ ഓണ് കൊന്തില്ല ഓണ് കളിയിലെ പോകുന്നൊരാണ്ട്. അപ്പൊ ഓൺ അതൊക്കെ ചൊല്ലേ ഇപ്പറ നാ ചൊല്ലത്ര മുന്നോലെ എന്നോ ഉമ്മ വിളിച്ചെങ്കിൽ കേക്കിട് ഉസ്താദ് അബ്ബം വിളിച്ചെങ്കിൽ കേക്കിട് പിന്നെ എല്ലാം കൂടെ ഉസ്താദ്. പിന്നെ ഞാനതിൽ ഫുള്ള് അഡിക്റ്റ് എങ്ങും ആവില്ല. എന്നിട്ട് അവൻ ചൊല്ലെ ഒരു ഉദാഹരണം ചൊല്ലെ ഇപ്പൊ നോക്കോ നിങ്ങ ഇപ്പൊ ബന്ന സാർത്ത് ഞാനത് കലിങ്ങിപ്പാട്ടിട്ട് നാനെങ്കിലും മുടിയെടുക്കുക ഭർത്തായില്ലേ. അതായത് ഞാൻ വേറെന്ത് വന്നെങ്കിൽ ഞാൻ അത് വിട്ടേണ്ട അർത്ഥ കലിങ്ങ വ്യാപകമായിട്ട് മൊബൈലിലുള്ള കലിങ്ങ ഉമ്മമാരെ കണ്ണ് തപ്പാട്ടിട്ട് മക്ക ഔത്തുള്ള മൊബൈലിൽ കളിക്കിടാറ്. അതിന്റെ പേരിൽ പിന്നെ അവൻ ആത്മഹത്യ ആക്കിട. ആ കളിയിൽ അഡിക്റ്റ് ആയി പോയിട്ട് അവന്റെ നെമ്മതി പോണ്ടു അവൻ സോത്തെങ്കിൽ ടെൻഷൻ ആവിടൂ. ഇവിടെ അബ്ബടെ നെയ്പ്പ് പോയെങ്കിൽ അവനക്ക് ഒരു നോക്കില്ല. ഉമ്മ ഫോണിൽ പൽക്കറിഞ്ഞോണ്ടുണ്ടു അബ്ബടട്ട അബ്ബ ഗൾഫുടെ കോലാക്കിയോ ഗൾഫിലുണ്ട് അബ്ബ നെയ്ച്ചോണ്ടുണ്ടു. നോക്കുമ്പോ അബ്ബടെ സ്വറ ഇല്ലാണ്ടായി. ആ ടെൻഷൻ ഉമ്മക്ക് കോലാക്കിട്ട് ചൊല്ലുമ്പോ ഓണൊത്തുലുള്ള മോണു ഓണക്ക് അത് ബേജാരെന്തും ഇല്ല. ഓണ്ട് ബേജാർ കലിയിൽ സോത്തത് ബേജാർ. അബ്ബടെ സ്വറ നഷ്ടപ്പെട്ടു പോയത് ഓണ്ട് ബേജാറില്ല. ഓണ്ട കലിയിൽ ഓണ് സോത്താ ചൊല്ലത് ബേജാർ. ഉമ്മ കന്നഡ തന്നെ ഇട്ട് വാട്ടിയോണ്ടുണ്ടു. അപ്പൊ ഉമ്മയുടെ ഓൺ കേക്കട്ടെ എന്റെ ഉമ്മാൻ അപ്പൊ അബ്ബടെ സ്വറ പോയിത്തൂല ബാബ അബ്ബക്ക് അങ്ങനെ ആയിത്തൂല ഇങ്ങനെ ആയിത്തൂല. ഓണക്ക് അത് വിഷയമല്ല. ഓണക്ക് വിഷയം എന്തേ ഇവിടെ മൊബൈലിലെ കളി സോത്തത് വിഷയ. അതിന്റെ പേരിൽ ആത്മഹത്യ ടെൻഷനിൽ ആത്മഹത്യ. ആ ആത്മഹത്യങ്ങ യാറ ആയോണ്ടുള്ള കാല ഞങ്ങളെ സമുദായത്തിൽ ഒരേ ഒരു ആത്മഹത്യം പറകു തീറ. ഞങ്ങളെ സമുദായത്തിൽ ഒരേ ഒരു ആത്മഹത്യവും നടക്കുക തീറ.
നാനിത് വെറുതെ ചൊല്ലല്ല. എന്തേ കാരണ ആത്മഹത്യ ചൊന്നെങ്കിൽ അതൊരു ചെറിയ വിഷയ അല്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ചൊന്നുല്ലേ, വലാ തഖ്തുലൂ അൻഫുസകും, നിങ്ങളെ തടിടെ നിങ്ങ കൊല്ലുക നോക്കണ്ട മനുഷ്യ, നിങ്ങളെ തടിടെ നിങ്ങ കൊല്ലുക നോക്കണ്ട. ഖത്ലുൻ നഫ്സി ചൊല്ലത് മനുഷ്യടെ തടിടെ കൊല്ലുടെ ചൊല്ലത് അത് സ്വന്തത്തെ കൊല്ലുട എങ്കും സമ, ആത്മഹത്യ ആക്കടെങ്കും സമ, ജീമ എടുക്കടെങ്കും സമ, സുസൈഡ് ആക്കടെങ്കും സമ. അത് 7 മഹാപാപത്തെ കൂട്ടത്തിൽ പെട്ടതായിട്ട് കിട്. 7 മഹാപാപങ്ങ ഇല്ലേ, സബഉൽ മൂബിഖാത്ത് എന്ന് അറബിൽ ചൊല്ലുല്ലേ. ആ 7 മഹാപാപത്തെ കൂട്ടത്തിലുള്ള ഒരു പാപ